സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞ് CPI അനുകൂല സർവീസ് സംഘടനകൾ നടത്തിയ രാപ്പകൽ സമരത്തിൽ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 150 പേർക്കെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, നമ്മളിപ്പോൾ കൊച്ചിയിൽ കോർപ്പറേഷന് മുന്നിൽ കോൺഗ്രസ് സമരത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് പന്ന്യൻ രവീന്ദ്രനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ അദ്ദേഹം നാട്ടുകാർക്ക് പ്രശ്നമുണ്ടാകാത്ത തരത്തിലായിരിക്കണം സമരങ്ങൾ എന്നൊരു പരാമർശമൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് ഈ സമരം എന്തായാലും പുരോഗമിക്കുകയാണ്. പോലീസ് കന്റോൺമെന്റ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ കേസെടുത്തിരുന്നു. കണ്ടാലറിയാവുന്ന 150 ആളുകൾക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന വഴി ഉൾപ്പെടെ തടസ്സപ്പെടുത്തിയെന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഇപ്പോഴും CPIയുടെ സർവീസ് സംഘടനകൾ നടത്തുന്ന ഈ സമരം ഇവിടെ പുരോഗമിക്കുകയാണ്. നിരവധി ആളുകൾ ഈ സമര പന്തലിൽ വെയിൽ കൊണ്ടും ഇപ്പോഴും ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരെല്ലാം തന്നെ സർക്കാർ ജീവനക്കാരാണ്, സർക്കാർ സർവീസിലുള്ള ആളുകളാണ്. ഈ ഹൈക്കോടതി ഉത്തരവിനൊക്കെ പിന്നാലെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിമർശനത്തിനൊക്കെ പിന്നാലെയാണ് ഇത്തരം സമരങ്ങൾ വലിയ തോതിൽ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിലും മറ്റും നടക്കുന്ന സമരങ്ങളുടെ കോൺഗ്രസ് സമരത്തിൻ്റെ എല്ലാം തന്നെ സമാനമായ രീതിയിലാണ് സെക്രട്ടേറിയറ്റ് പടിക്കലും സമരം നടക്കുന്നത്. ഈ രാവിലെ നമ്മൾ സൂചിപ്പിച്ച പോലെ നടപ്പാതകൾ ഉൾപ്പെടെ കയ്യേറിക്കൊണ്ട് അവിടെ കസേരകളിട്ട് റോഡിന് കുറുകെ സ്റ്റേജ് കെട്ടിക്കൊണ്ട് ഈ ഗതാഗത തടസ്സം ഉൾപ്പെടെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം ഇവിടെ എന്തായാലും മുന്നോട്ട് പോകുന്നത്. പക്ഷേ CPI അല്ലെങ്കിൽ ജോയിന്റ് കൗൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ പറഞ്ഞത് പൊതുജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ്. പക്ഷേ നമ്മൾ രാവിലെ 10 മണിക്കും 11 മണിക്കും എല്ലാം തന്നെ ഇവിടെ വന്നതാണ്. ആ ഘട്ടത്തിലെല്ലാം തന്നെ റോഡിൽ വലിയ തോതിലുള്ള ഗതാഗത തടസ്സമുണ്ടായിരുന്നു. നമ്മൾ ആരും സമരങ്ങൾക്കോ പ്രതിഷേധങ്ങൾക്കോ എതിരല്ല. പക്ഷേ പൊതുജനങ്ങളെ അത് ബാധിക്കുന്നു. പൊതുജനങ്ങളെ അവരുടെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമരം പരിപാടികൾ, അതിനെതിരെയാണ് കോടതി കഴിഞ്ഞ ദിവസം അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. പക്ഷേ അത് നിർബാധം തുടരുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങൾ ഇന്നിപ്പോൾ വീണ്ടും തിരുവനന്തപുരത്തും കൊച്ചിയിലും.